ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് വയനാട് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ddwayanad.blogspot.com എന്ന വെബ്സൈറ്റാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും അതുപോലെ സെൽഫ് ഫിനാൻസിൻ്റെയും രണ്ടിൻ്റെയും വന്നിട്ടുണ്ട്. 2024-26 വർഷത്തേക്കുള്ള വയനാട് ജില്ലയിലെ DLED പ്രവേശന കൂടിക്കാഴ്ച ഈ മാസം 21, 22, 23 തീയതികളിലായിട്ട് ഡയറ്റ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. DA, എക്സ് സർവീസ്മാൻ, പിന്നെ അതുപോലെ ജവാൻ ഇങ്ങനെയുള്ളവരുടെ കൂടിക്കാഴ്ച 21/8/2024 രാവിലെ 9 മണിക്കും, സയൻസ് വിഭാഗം രാവിലെ 10 മണിക്കും, കൊമേഴ്സ് വിഭാഗം ഉച്ചയ്ക്ക് 12 മണിക്കും നടത്തപ്പെടുന്നതാണ്. ഹ്യൂമാനിറ്റീസ് വരുന്ന 22-ാം തീയതിയാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ DA, എക്സ് സർവീസ്മാൻ്റെ കൂടിക്കാഴ്ച വരുന്നത് 22-ാം തീയതി 12 മണിക്കാണ്. കൊമേഴ്സ് വിഭാഗത്തിന് 2 മണിക്ക് നടത്തപ്പെടുന്നു. 23-ാം തീയതിയാണ് ഹ്യൂമാനിറ്റീസിന് വരുന്നത്. അതുപോലെ അതേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ് സയൻസ് വിഭാഗത്തിന് വരുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓരോ കാറ്റഗറിയുടെ റാങ്ക് ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് DA അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ജവാൻ, ആ ഒരു റാങ്ക് ലിസ്റ്റാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിൻ്റെ കാണാം. ജസ്റ്റ് ഫസ്റ്റ് ഒരെണ്ണം കാണിക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സയൻസിൻ്റെ ഷുവർ ലിസ്റ്റാണ്, ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഷുവർ ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷുവർ ലിസ്റ്റ് ഉൾപ്പെട്ടവർക്കെല്ലാം തന്നെ അഡ്മിഷൻ ഉറപ്പാണ്. നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ, അത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കോളേജ് അലോട്ട് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾ പറയുന്ന കോളേജ് നിങ്ങൾക്ക് അവിടെ അലോട്ട് ചെയ്ത് തരും. പിന്നെ നമ്മുടെ ഷുവർ ലിസ്റ്റിൽ വരാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു ആബ്സെൻസിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റുള്ളവർക്ക് കിട്ടുന്നത്. എന്ന് വെയിറ്റിംഗ് ലിസ്റ്റുള്ളത് പോവാതിരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ ഷുവർ ലിസ്റ്റിൽ ഇപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടിയാണോ വരാത്തത്, സെയിം കാറ്റഗറിയിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടിയായിരിക്കും പിന്നെ അടുത്തത് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷുവർ ലിസ്റ്റിൽ ഒരു SC വിഭാഗത്തിലുള്ള കുട്ടി വന്നിട്ടില്ല. അപ്പോൾ അവർ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ സെയിം ഈ ഒരു SC വിഭാഗത്തിലുള്ള കുട്ടിയായിരിക്കും അവർ അടുത്തത് കൺസിഡർ ചെയ്യുന്നത്. ഇനിയും ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്കറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് OC ഓപ്പൺ കാറ്റഗറിയാണ്, അത് ജനറലാണ്. ജനറൽ എന്ന് പറയുന്നത് എല്ലാ വിഭാഗക്കാരും ഉൾപ്പെടുന്നതാണ് ജനറൽ. അപ്പോൾ ആദ്യം അവർ നോക്കുന്ന ഈ ജനറലിൽ ആ ഒരു SC വിഭാഗത്തിലുള്ള കുട്ടിയുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ജനറലിൽ ഇപ്പോൾ SC വിഭാഗത്തിലുള്ള കുട്ടി ഇല്ല എങ്കിൽ ഇവിടെ താഴെയായിട്ട് കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, വെയിറ്റിംഗ് ലിസ്റ്റ് SC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു SCയിൽ ഫസ്റ്റ് കിടക്കുന്ന കുട്ടിയായിരിക്കും പിന്നെ അവർ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വെയിറ്റിംഗ് ലിസ്റ്റുള്ളവർ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. കിട്ടത്തില്ല എന്നെങ്കിൽ നിങ്ങൾ പോകാതിരിക്കരുത്. അതുപോലെ തന്നെ സെയിം കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന സെൽഫ് ഫിനാൻസ് ആണ്. സെൽഫ് ഫിനാൻസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നടക്കുന്നത് ആദ്യം ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിലായിട്ടാണ് സെൽഫ് ഫിനാൻസിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സെൽഫ് ഫിനാൻസിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള പല വിദ്യാർത്ഥികളും ഗവൺമെൻറ് എയ്ഡഡിലും കൊടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് എയ്ഡഡിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർ സെൽഫ് ഫിനാൻസിൻ്റെ ഇൻ്റർവ്യൂവിന് വരത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കുട്ടി സെൽഫ് ഫിനാൻസിൻ്റെ ഷുവർ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഫസ്റ്റ് നടക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് ആ ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ആ കുട്ടിയോട് അഡ്മിഷൻ എടുക്കും. അപ്പോൾ ആ കുട്ടി സെൽഫ് ഫിനാൻസിൻ്റെ ഷുവർ ലിസ്റ്റിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇൻ്റർവ്യൂവിന് വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു സീറ്റ് അവിടെ വേക്കൻ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ ആ കുട്ടി ഏത് കാറ്റഗറിയിൽ വരുന്നതാണോ ആ സെയിം കാറ്റഗറിയിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടിയായിരിക്കും പിന്നെ വിളിക്കുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസിൽ പലർക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെട്ട വിദ്യാർത്ഥികളും പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻ വർഷങ്ങളിലെല്ലാം സെൽഫ് ഫിനാൻസിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെട്ട കുറേ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ലെറ്ററാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാർഡ് അയച്ചിട്ടുണ്ടാകും. അയച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അയക്കും. അപ്പോൾ അത് നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ പറയുന്നത് നിങ്ങളുടെ SSLC +2 സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് CC, അത് 6 months വാലിഡിറ്റിയാണ്, 6 മാസത്തിന് ഉള്ളിലുള്ളത് വേണം. അതില്ല എങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നിങ്ങൾക്കത് ഫില്ല് ചെയ്യിച്ചിട്ട് സൈനും സീലും വാങ്ങാവുന്നതാണ്. അടുത്തത് പറഞ്ഞാൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഏത് കാറ്റഗറി ആണോ, ഏത് കാസ്റ്റ് ആണോ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്,
ഭിന്നശേഷി ഉള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ വിമുക്ത ഭടരുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ വിമുക്ത ഭടന്മാരുടെ ആശ്രിതർ ആ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ ജവാന്മാരുടെ ആശ്രിതരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, പിന്നെ EWS സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. പിന്നെ NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയിൽ വെയിറ്റേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അവസാനം പഠിച്ച വിദ്യാലയത്തിൽ നിന്നുള്ള TC. ഓക്കെ, അത്രേ. പിന്നെ കൂടിക്കാഴ്ചയ്ക്ക് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഹാജരാകണം. അല്ലെങ്കിൽ പിന്നീട് നിങ്ങളെ ഇപ്പോൾ പ്രത്യേകിച്ച് ഷുവർ ലിസ്റ്റിലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ നിങ്ങൾ ആ ഒരു സെൻറ്ററിൽ എത്തിച്ചേരുക. നിങ്ങളെ വിളിക്കുന്ന ടൈമിൽ നിങ്ങളോട് ഉണ്ടാവണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ അവിടെ ക്യാൻസലായി പോകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ലഭിക്കുന്നതല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് വയനാടിൻ്റെ കാര്യം നമുക്ക് ഇൻഫർമേഷൻ വന്നിട്ടുള്ളത്. അടുത്ത ഇനി വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. ddkollam.blogspot.com എന്ന വെബ്സൈറ്റാണ്. അതും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് DLED ഹ്യൂമാനിറ്റീസിൻ്റെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അത് മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. സയൻസ് ആൻഡ് കൊമേഴ്സ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ തരാം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 22/8/2024 വെന്യൂ തേവള്ളി മലയാളി സഭ NSS UPS ആണ്. മെറിറ്റിലുള്ളവർ, മെറിറ്റ് ലിസ്റ്റ് മീൻസ് മെറിറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഷുവർ ലിസ്റ്റാണ്. ഷുവർ ലിസ്റ്റിലുള്ളവർ 10 മണിക്കാണ് എത്തിച്ചേരേണ്ടത്. ഓൾ കാൻഡിഡേറ്റ്സ് ആർ ഡയറക്റ്റഡ് ടു റിപ്പോർട്ട് വിത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, എല്ലാവരും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എത്തുക. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാണെങ്കിൽ 11:30 നിങ്ങൾ എത്തിച്ചേരേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് കാണാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റീഡ് മോർ എന്നുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് കാണാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലിസ്റ്റ്. ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, വെയിറ്റിംഗ് ലിസ്റ്റിൽ ആദ്യം തന്നെ ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് കാറ്റഗറി വൈസ് ആയിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.